ചിരിയുടെ രാജകുമാരൻ അല്ലെങ്കിൽ ചിരിയുടെ സുൽത്താൻ എന്ന് അറിയപ്പെട്ടിരുന്ന സലീം കുമാർ നമ്മെ വിട്ട് പിരിഞ്ഞ വാർത്ത നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വാർത്തയാണ്. അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ ചിരി എന്ന വീട്ടിലെ വീട്ടുവളപ്പിൽ തന്നെ അദ്ദേഹത്തിന്റെ അവസാന സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടന്നത്. ഔദ്യോഗിക ബഹുമതികളോടുകൂടിയുള്ള സംസ്കാര ചടങ്ങാണ് നടന്നത്. എന്നാൽ സംസ്കാര ചടങ്ങിനിടയിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകനായ ചന്തുവിന്റെ ചില പ്രവൃത്തി ചിലരുടെയൊക്കെ കുരു വല്ലാണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ആദ്യം അദ്ദേഹത്തിന്റെ മകന്റെ ആ പ്രവൃത്തി ഒന്ന് കാണാം. ഇതിന് വന്നിരിക്കുന്ന കമന്റുകളാണ് അതിഭയാനകം. അവന് വട്ടായി എന്നാ തോന്നുന്നേ. ഈ ചെറ്റയെ ചങ്ങലക്കിട്ട് കഞ്ചാവ് അടിച്ചു എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചങ്ങലക്കിടണം. അയാളുടെ പെരുമാറ്റം തീരെ ശരിയായില്ല. ജനങ്ങളോടല്ല മാപ്പറകളോടാണ് മാറാൻ പറയുന്നത്. ശരിക്കും ശ്രദ്ധിച്ചു നോക്ക്. അഹങ്കാരി എന്ന് പറയുന്നുണ്ട്. എന്തിന്റെ പേരിലായാലും ആക്രോശിച്ചത് ശരിയായില്ല. പല നാടുകളും വരുന്നത് മൃതദേഹത്തോടോ പരേതനോടോ ഉള്ള ആദരവ് കൊണ്ടല്ല, അവിടെ വരെ നടന്മാരെ കാണാനാണ്. അതിൽ കുത്തിക്കയറുന്ന വ്ലോഗുകളും മൊബൈൽ ഫോണുകളും. ആ മകൻ ചെയ്തതാണ് ശരി. ഇവൻ എന്താ ഭ്രാന്താണോ? ഈ പ്രവൃത്തി തികച്ചു മോശമായി പോയി. സ്വന്തം അച്ഛന്റെ അവസാന ചടങ്ങ് കാണാൻ വന്നവരാണ് ആരും ആയിക്കൊള്ളട്ടെ. ഈ സീന് അവന് ഒഴിവാക്കാമായിരുന്നു. കഞ്ചാവ് ആവും അല്ലേ? ശരിയായില്ല മോനെ. മാധ്യമങ്ങൾ അയാളല്ലാതെ ആക്കിയോ എന്ന ചോദ്യമുണ്ട്. ഇവന്മാരെ എന്നു പറയാൻ ഒരു മനുഷ്യന്റെ അന്ത്യകർമ്മത്തിന് തിക്കും തിരക്കും കൂട്ടുന്നു. കഞ്ചാവ് കുട്ടിയാണിവൻ. തന്തയുടെ മേൽവിലാസത്തിൽ മാത്രം എന്തോ ആയ മോൻ. തന്ത ചേതനയേറ്റ് കിടക്കുമ്പോഴും അവന് സ്റ്റാർ ആകണം. മാധ്യമപ്രവർത്തകരെ ആണെങ്കിൽ കൂടി നിയന്ത്രിക്കാൻ മറ്റാരുമില്ലേ? അപ്പൻ പോയി സിനിമയിൽ മകന്റെ ചീട്ടും കീറി. അഹങ്കാരി. ജീവിച്ചിരിക്കുമ്പോൾ അന്വേഷിക്കണം, മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ നോക്കാതെ ഒരു തിക്കും തിരക്കും. ആരെ കാണിക്കാൻ? അവർക്കറിയാമല്ലോ ജീവിച്ചിരിക്കുമ്പോൾ എത്ര പേർ വന്നിട്ടുണ്ടാവുമെന്ന്. ഒരു സമാധാനം കൊടുക്കാത്ത മനുഷ്യർ. കഷ്ടം. ഈ സീൻ തികച്ചും ഒഴിവാക്കാമായിരുന്നു. സലീം കുമാറിനെ സലീം കുമാർ ആക്കിയത് ഈ ജനങ്ങളാണ്. ഇങ്ങനെയൊന്നുമല്ല മോനെ. കുറച്ച് സ്വഭാവം നന്നാക്കണം. ഈ സാഹചര്യത്തിൽ ജനത്തെ നീയല്ല നിയന്ത്രിക്കേണ്ടത്. അവൻ ചെയ്തത് ഒരു തെറ്റുമില്ല. കുറെ എണ്ണം ക്യാമറയും പൊക്കിപ്പിടിച്ചു പോകും, അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രം. ഈ ഒരു ദിവസം മാത്രം ഉണ്ടാവുള്ളൂ ഈ ജനം. അതൊക്കെ അവന് മനസ്സിലാക്കി കൊടുക്കാൻ ആരുമില്ലേ അവിടെ? ഇതൊക്കെ സ്വാഭാവികമല്ലേ? ജനങ്ങൾ ഇഷ്ടപ്പെടുന്നവർ മരണപ്പെട്ടാൽ അവരെ ഒരു നോക്ക് കാണാൻ ജനങ്ങൾ തടിച്ചുകൂടും. ഈ കമന്റുകൾ കണ്ടാൽ അച്ഛന്റെ ചടങ്ങുകൾ ചെയ്ത് അച്ഛനെ യാത്ര അയക്കേണ്ടത് ഒരു മകന്റെ ഉത്തരവാദിത്വമല്ലേ? അതിനിടയിൽ ഫാൻസ് എന്ന് പറഞ്ഞു ചെന്നാൽ മാനസികമായി കൂടെ തകർന്നിരിക്കുന്ന ആ മകൻ പിന്നെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്? ഫാൻസ് ഒക്കെ നല്ലത് തന്നെ, പക്ഷേ ആ കുടുംബത്തിന്റെ സാഹചര്യം കൂടി മനസ്സിലാക്കണം. വേറെ ഒന്നുമല്ല പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിന്റെ നമുക്കറിയാമല്ലോ, ഒരു സെലിബ്രിറ്റി മരണപ്പെടുമ്പോൾ അവിടേക്ക് എത്തുന്ന ക്യാമറകളാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, വളരെ പുറകിലായിട്ട് അണിനിരന്ന് നിൽക്കുന്ന ക്യാമറകളുണ്ട്. അത് മാത്രമല്ലാതെ ഈ ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി എത്തിയിരിക്കുന്ന കുറെ ക്യാമറകളുണ്ട്. ഒപ്പം അതുപോലെ തന്നെ കുറെ ജനങ്ങളുമുണ്ട്. അപ്പോൾ അവരോടാണ് ഇവ ഇങ്ങനെ ചന്തു എന്ന നടൻ ആക്രോശിച്ച് പറയുന്നത്. മാത്രമല്ല അവരുടെ ഒരു മാനസികാവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അച്ഛൻ പോയ അത് വളരെ പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു മാനസികാവസ്ഥയിൽ, വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം എന്തെന്നില്ലാതെ ഒന്ന് പൊട്ടിത്തെറിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഏറ്റവും ഒടുവിലായിട്ട് നടൻ ശ്രീനിവാസൻ അദ്ദേഹം മരിച്ച ഒരു സമയത്തും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അവിടേക്ക് എത്തുന്ന ആളുകൾ, ജനക്കൂട്ടം അവിടേക്ക് എത്തുന്നു, വല്ലാതെ ഒരു തടിച്ചുകൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. എന്തായാലും ചന്തു ചെയ്ത തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചന്തുവിനെ മാറ്റാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാലും ചന്തുവിനെ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്ന അനവധി ആളുകൾ ഉണ്ട് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും മലയാളികളെ പതിറ്റാണ്ടുകളോളം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രിയ നടൻ സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു കേരളം. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ പതിനായിരങ്ങളാണ് എറണാകുളം പറവൂർ ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തിയത്. ചലച്ചിത്ര രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സാധാരണക്കാരും അടക്കം വൻ ജനാവലി തന്നെയാണ് പ്രിയ താരത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. രാവിലെ 8 മണിയോടുകൂടി കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നും വിലാപയാത്രയായാണ് ഭൗതിക ശരീരം പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിനായി എത്തിച്ചത്. സലീം കുമാറിന്റെ കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും ഈ സമയം സന്നിധരായിരുന്നു. ഉച്ചയ്ക്ക് 2 മണി വരെ നീണ്ടുനിന്ന പൊതുദർശനത്തിന് ശേഷം ഭൗതിക ശരീരം ആംബുലൻസിലേക്ക് മാറ്റി. അടിയുറച്ച കോൺഗ്രസ് അനുഭാവിയായിരുന്ന സലീം കുമാറിന്റെ അന്ത്യാഭിലാഷ പ്രകാരം പാർട്ടി പതാക പുതപ്പിച്ചാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയത്. തുടർന്ന് മൃതദേഹം പറവൂരിലെ വീട്ടിലെത്തിച്ചു. വൈകിട്ട് 3:30 വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു.
പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരുന്നു കേരളം തങ്ങളുടെ പ്രിയ കലാകാരനെ യാത്രയാക്കിയത്. തന്റെ മരണാനന്തര ചടങ്ങുകളിൽ യാതൊരുവിധ മതപരമായ ചടങ്ങുകളും പാടില്ലെന്ന സലീം കുമാറിന്റെ അന്ത്യാഭിലാഷം മാനിച്ചായിരുന്നു സംസ്കാര ചടങ്ങുകളെല്ലാം നടന്നത്. സഹോദരതുല്യനായ സുഹൃത്തിന്റെ വിയോഗത്തിൽ അത്യന്തം വികാരധീരനായിട്ടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനെ നമ്മൾ കണ്ടത്. പറവൂർ ടൗൺ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചത് അങ്ങനെയായിരുന്നു. വെറുമൊരു ചലച്ചിത്ര താരത്തെ അല്ല, തനിക്ക് സ്വന്തം കൂടപ്പിറപ്പിനെയാണ് നഷ്ടപ്പെട്ടതെന്നാണ് വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. സലീം കുമാറിന്റെ അടിയുറച്ച കോൺഗ്രസ് ബോധത്തെയും രാഷ്ട്രീയ നിലപാടുകളെയും അദ്ദേഹം അനുസരിച്ചു. തന്റെ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളും ഉദ്ഘാടനം ചെയ്തത് സലീം കുമാർ ആയിരുന്നു. ഏത് സംഘർഷ സാഹചര്യത്തിലും സാധാരണ നിലയിലേക്ക് കാര്യങ്ങളെ മടക്കിക്കൊണ്ടുവരാൻ പ്രത്യേക കഴിവുള്ള നർമ്മബോധമായിരുന്നു അദ്ദേഹത്തിന്റേതും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഹാസ്യ നടൻ എന്നതിനപ്പുറം താൻ എത്രമാത്രം വലിയൊരു നടനാണെന്ന് ആദാമിന്റെ മകൻ അബു എന്ന ചലച്ചിത്രത്തിലൂടെ സലീം കുമാർ തെളിയിച്ചതാണ്. അടൂർ ബാസിയെയും ബഹദൂറിനെയും പോലെ മലയാളിയുടെ മനസ്സിൽ അദ്ദേഹം എന്നും ജീവിക്കും. ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ട്രോളുകളും തമാശകളും പോലും സലീം കുമാറിന്റെ കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതാണ് എന്ന് വി.ഡി. സതീശൻ ഓർമ്മിപ്പിച്ചു. എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുൻനിര നടൻ ജയറാം, രമേശ് പിഷാരടി, നവ്യ നായർ തുടങ്ങി സിനിമാ സാംസ്കാരിക ലോകത്ത് നിരവധി പ്രമുഖർ ടൗൺ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മെഗാസ്റ്റാർ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരും സലീം കുമാറിന്റെ വിയോഗത്തിൽ ആഴത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തി. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് ഒരിക്കലും നികത്താനാകാത്ത വലിയൊരു നഷ്ടമാണ് ഈ വിയോഗമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുസ്മരിച്ചു. തീരാത്ത സങ്കടമാണ് ഈ വേർപാടെന്ന് മമ്മൂട്ടിയും, സിനിമയ്ക്കകത്തും പുറത്തും തനിക്ക് ലഭിച്ച ഏറ്റവും നല്ല ഒരു സുഹൃത്തായിരുന്നു സലീം കുമാർ എന്ന് മോഹൻലാലും ഓർമ്മിച്ചു. ഹാസ്യ സാമ്രാട്ടായി മലയാള സിനിമ ഭരിച്ച സലീം കുമാറിന്റെ വിയോഗത്തോടെ മലയാള സിനിമയിലെ ഒരു സുവർണ അധ്യായത്തിനാണ് അന്ത്യം കുറിക്കുന്നത്.